സ്കൂളിന് വെക്കേഷൻ ഉണ്ടെങ്കിലും നഴ്സറിക്ക് വെക്കേഷൻ ഇല്ലാത്ര സന്തോഷം നമുക്ക് അത്രേ വേണ്ടുള്ളൂ. അല്ലാതെ ഈ വക ആൾക്കാരനൊക്കെ എങ്ങനെ പിടിച്ചു നിർത്താനോ വീട്ടിൽ. പക്ഷെ ഇന്ന് നഴ്സറി ഇല്ലാട്ടാ, പുറത്ത് നല്ല വെയിലല്ലേ, ഇവൻക്കാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. അപ്പൊ അതുകൊണ്ട് അകത്തിരുത്താൻ വേണ്ടി ഞാനൊരു ഡ്രോയിങ് ബുക്കും 2 പെൻസിലും കൊടുത്ത് ഇരുത്തിയേക്കാണ്. ഇനി ഞങ്ങളോടത്തെ വിശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വെള്ളമൊക്കെ അടിയായി, കിണറ്റിലെ വെള്ളം നന്നായി കുറഞ്ഞു. ഞങ്ങൾ ഈ വീട്ടിലേക്ക് താമസം മാറ്റിയിട്ട് ഒരു 3-4 വർഷമായി. ഈ വർഷങ്ങളിലായിട്ട് ഞങ്ങൾക്ക് വേനൽക്കാലം ആയതിനു വെച്ചെങ്കിൽ വെള്ളം അടിയിലേക്ക് പോയിട്ട് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ചെയ്യാറ് കുറച്ച് വെള്ളം ഞങ്ങൾ കിണറ്റിൽ നിന്ന് തന്നെ ഉപയോഗിക്കും. പിന്നെ തിരുമ്പാനും കുളിക്കാനും 2 ദിവസം കൂടുമ്പോൾ അലക്കാതെ വെച്ചിട്ട് അതൊക്കെ കൂടിയിട്ട്, അതായത് 2 ദിവസം കൂടുമ്പോൾ കുളിക്കുന്നല്ല, കുളിക്കാറുണ്ട്. 2 ദിവസത്തെ തിരുമ്പലൊക്കെ കൂടിയിട്ട് ഞങ്ങൾ താത്താടെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് തിരുമ്പൽ. അത്യാവശ്യം നല്ല വെയിലും നല്ല ചൂടും ഈ ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ദിവസം ഞങ്ങൾ അലക്കാൻ പോയപ്പോഴാണ് മൊത്തത്തിൽ, അവരുടെ വീട് പാടത്തിന്റെ സൈഡാണ്, മൊത്തത്തിൽ നല്ല കാർമേഘും ഇരുട്ടും നല്ല കാറ്റും ഒക്കെ കൂടി വന്നു നോക്കുമ്പോൾ ഭയങ്കര ആശ്വാസം. ഒരു മഴ പെയ്യുമായിരിക്കും എന്ന് വിചാരിച്ചു. താത്താടുക്ക് ഇപ്പം അടുത്ത് എവിടുന്നോ കയറി വന്ന പൂച്ചയാണ് ഇത്. ഇപ്പം അവരോടത്തെ മക്കളെ പോലെ അവരുടെ കൂടെ തന്നെ ഇത് കഴിയുന്നു. എത്ര ആട്ടിയാലും പുറത്താക്കിയാലും പോകുന്നില്ല. എന്റെ അതുവിനാണെങ്കിൽ പൂച്ചേനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ജീവനാണ്. അതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള കൈക്കാൽത്തരിപ്പാണ് അവനക്ക്. അപ്പം ഇത് മാന്തില്ല എന്ന് അവർ പറഞ്ഞെങ്കിലും എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം ഇവന്റെ കയ്യിലിരിപ്പ് വെച്ചിട്ട് ചിലപ്പോൾ അതിനെ എങ്ങാനും മാന്ത് എപ്പിച്ചെങ്ങാനും ചെയ്ത സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പൂച്ച തിരിച്ച് മാന്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. തിരുമ്പലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കാലാവസ്ഥ പഴയ പോലെ ചൂടും വെയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കാർമേഘമൊക്കെ ഏത് വഴിക്കാണോ പോയി. തിരുമ്പാള ഡ്രസ്സൊക്കെ ഇതുപോലെ ചാക്കിലാക്കിയിട്ടാണ് കൊണ്ടുപോലും കൊണ്ടുവരലും ഒക്കെ. ഞങ്ങളൊരു പിക്നിക്കിന് പോണ വൈബിലാണ് അലക്കാൻ പോവാറ്. ഇനി ഒരു മഴ കിട്ടിയാലേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ.